പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവ തിരുവചനം കേൾക്കുവാൻ ഏറെ താല്പര്യത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിൻ കീഴിലായിരിക്കുവാൻ, കർത്താവിൻ്റെ പാദപീഠ ആയിരിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ദൈവം തമ്മിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യമാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കർത്താവ് തമ്പുരാൻ പറഞ്ഞതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ, ഏറ്റവും ആശ്വസിപ്പിക്കുന്നതായ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 14-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഏറ്റവും മനോഹരമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിനെന്ന്. പ്രിയ സഹോദരങ്ങളെ, തൊട്ട് മുമ്പുള്ളതായ 13-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ ശീമോൻ പത്രോസ് കർത്താവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കുവാൻ തയ്യാറാണ്, എൻ്റെ ജീവനെ വരെ ഇട്ടേച്ച് കളയുവാൻ തയ്യാറാണ്. കർത്താവ് ചോദിക്കുന്നു, നീ എനിക്ക് വേണ്ടി നിൻ്റെ ജീവനെ കളയുമോ? ഇന്ന് നീ എന്നെ 3 വട്ടം തള്ളി പറഞ്ഞിട്ട് മാത്രമേ കോഴി കൂകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശീമോൻ പത്രോസ് ഏറെ സങ്കടപ്പെടുന്നുണ്ട്, ഹൃദയം കലങ്ങുന്നുണ്ട്, ആകുലപ്പെടുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട്. അപ്പോൾ പത്രോസിനെ ആശ്വസിപ്പിക്കുവാനും മറ്റ് ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാനുമായിട്ടും കർത്താവ് പറഞ്ഞു വരുന്നതായ ഒരു വേദഭാഗമാണ്, അധ്യായമാണല്ലോ 14-ാം അധ്യായം. ഇതൊരു ആശ്വസിപ്പിക്കുന്ന അധ്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ മനുഷ്യനെന്ന് സമാധാനം കിട്ടാൻ നെട്ടോട്ടമോടുമ്പോൾ ആകുലങ്ങളും ഭാരങ്ങളും ഏറി വരികയാണ്, രോഗങ്ങൾ ഏറി വരികയാണ്, ദുഃഖമേറി വരികയാണ്, തടസ്സങ്ങൾ കൂടി വരികയുന്നു. സമാധാനമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നുണ്ട്, കാര്യം എങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ ആകുലങ്ങളും ഭാരങ്ങളും എൻ്റെ സമാധാനമില്ലായ്മയും ഞാൻ ആരോടാണ് ഒന്ന് പങ്കുവയ്ക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ആർക്കാണിതെല്ലാം ഒന്ന് കേൾക്കുവാനായിട്ട് സമയം? ഇന്ന് ആർക്കും മറ്റാരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുവാനോ, സങ്കടങ്ങൾ കേൾക്കുവാനോ, പ്രയാസങ്ങൾ കേൾക്കുവാനോ ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം വ്യക്തമായി മനസ്സിലാക്കണമേ, എൻ്റെയും നിങ്ങളുടെയും സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും എന്തെല്ലാം ആണെങ്കിലും അതെല്ലാം കേൾക്കുവാനായിട്ട് ഒരാളുണ്ട്, അതിന് പരിഹാരം നൽകുവാൻ ഒരാളുണ്ട്. അത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു തന്നെയാണല്ലോ. ആ കർത്താവ് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ കലങ്ങരുത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വൈദികനാകുന്നതിന് മുമ്പുള്ളതായ നാളുകൾ, ചില ജീവിതത്തിൻ്റെ നാളുകളിൽ ഭാരങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ടായൊരു കാലഘട്ടവും എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാനും ചിന്തിച്ചു, എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? സമാധാനമില്ലാത്ത നാളുകൾ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ടുകൊണ്ട്, സുവിശേഷ വചനം കേട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് ഒരു ശുശ്രൂഷയിലൂടെ മനസ്സിലായത്, സമാധാനം ലഭിക്കുവാനായിട്ട് യേശുക്രിസ്തുവിൽ ആശ്രയിക്കണമെന്ന് മാത്രമല്ല, അതിന് നാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതായ ബോധ്യം എനിക്ക് ലഭിച്ചത്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് വലിയ സമാധാനം എൻ്റെ ഹൃദയത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുമ്പോൾ നിരാശമുറ്റിയ ജീവിതങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്കറിയാം. കൂമ്പടഞ്ഞു പോയ ജീവിതങ്ങളും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. വലിയ നിരാശയുടെ അനുഭവത്തിൽ, പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ, ആകുലങ്ങളും ഭാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. സമാധാനം നമുക്ക് കർത്താവ് തന്നിട്ടാണ് പോയത്. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, അതിന് നമുക്ക് വേണ്ടത് നാം ക്രിസ്തുവിലാകുക എന്നുള്ളതാണ്. യേശുക്രിസ്തു നൽകിയതായ ആ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിൽ ജീവിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടായേ മതിയാകൂ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ടല്ലോ, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ്, നാം ക്രിസ്തുവിലായി മാറുമ്പോഴാണ് ആ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ അടുത്ത നാളിൽ ഒരു സംഭവം ഉണ്ടായി.
ഒരു മനുഷ്യൻ ധ്യാനമെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വന്നു. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നതായ ആ സ്ഥാപനത്തിൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തേ ഇദ്ദേഹത്തിന് ഒരു മാറ്റമുണ്ടായത്? മുമ്പത്തെ പോലെയല്ലല്ലോ, മദ്യപാനം മാറിപ്പോയി, വഴക്കടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു, അതെല്ലാം മാറി, ശാന്തനായിട്ട് മാറിയല്ലോ, എന്തേ ഇതിൻ്റെ കാരണം? ചോദിച്ച അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടാൻ പോയിരുന്നു, എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടി എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അതിശയമായി. അങ്ങനെ ഇരിക്കെ സഹോദരൻ ചോദിച്ചു, എനിക്ക് മദ്യപാനമുണ്ട്, എനിക്ക് ഒത്തിരി ദേഷ്യമുണ്ട്, പ്രശ്നമെല്ലാം ഉണ്ടല്ലോ, തന്നെയുമല്ല ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായി, എനിക്കിതുവരെയും കുഞ്ഞുങ്ങളായിട്ടില്ല, എനിക്കും ഒരു ധ്യാനത്തിന് പോയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്കങ്ങനെ പോരാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. സഹോദരൻ ധ്യാനം കൂടുവാനായിട്ട് കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയും ചില തീരുമാനങ്ങളെടുത്തു. മദ്യപാനത്തോട് വിട പറഞ്ഞു, വഴക്കടിക്കുന്ന സ്വഭാവം മാറി. പിന്നീട് ആ മനുഷ്യൻ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട മകനായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ കൂട്ടുകാർ വീണ്ടും പലവട്ടം പറഞ്ഞു, സഹോദര ഇത്തിരി മദ്യം കഴിക്കാൻ പാം. ഞാൻ പോരുന്നില്ല. പലവട്ടം അവർ നിർബന്ധിക്കുകയാണ്, ഇന്നെങ്കിലും ഇത്ര കഴിക്കാം, ഇന്നൊരു പാർട്ടിയുടെ ദിവസമല്ലേ, എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമാണ്, നമുക്കിന്ന് കഴിച്ചേ മതിയാകൂ, അതുകൊണ്ട് ഇന്ന് ശകലമൊന്ന് കഴിക്കാനായിട്ട് വരണമല്ല, നീ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ ഒന്ന് ആ പാർട്ടിയിലേക്ക്, ആ മദ്യപിക്കുന്ന പാർട്ടിയിലേക്ക്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല, മദ്യപിക്കുന്ന സദസ്സിലേക്ക് ഞാൻ വരില്ല, മദ്യം കഴിക്കുവാനും ഞാൻ തയ്യാറുള്ള കാരണമുണ്ട്. ഞാൻ ധ്യാനത്തിന് കടന്നുപോയപ്പോൾ ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ യേശുവിനോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും മദ്യം കഴിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ആ വാക്ക് തെറ്റിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ യേശുവിനോട് ഒരു വാക്ക് പറഞ്ഞു പോയി, ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കുകയില്ല എന്ന്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം കേട്ട് ധ്യാനം കൂടിയപ്പോൾ, ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയായിരുന്നു. അതിന് മുന്നേ ഒരാൾ ധ്യാനം കൂടി, അദ്ദേഹത്തിൻ്റെ മാറ്റത്തിലൂടെയാണ് ഈ വ്യക്തിയും ഹൈന്ദവ സഹോദരനും യേശുവിനെ അറിയുവാനിടയായത്. ഇന്ന് ഓഫീസിൽ തന്നെ പലരും ഇതാ ദൈവത്തെ അറിയുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതായ സന്തോഷ വർത്തമാനം കേൾക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഞാനും നിങ്ങളുമെല്ലാം ആ ക്രിസ്തുവിലാകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് യേശുക്രിസ്തു നൽകിയതായ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നത്. താൽക്കാലികമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ പ്രിയപ്പെട്ടവർ. കുറച്ച് പണം കിട്ടിയ സന്തോഷമുണ്ടാകാറുണ്ട്, കുറച്ച് നല്ല ഭക്ഷണം കിട്ടിയാൽ സന്തോഷമുണ്ടാകാറുണ്ട്, ഒരു ജോലി കിട്ടിയാൽ സന്തോഷമുണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു വീട് പണിതാൽ സന്തോഷമുണ്ടാകാറുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം താൽക്കാലികമായ തീർന്നു പോകുന്ന സന്തോഷമാണ്. എന്നാൽ പ്രിയപ്പെട്ട സമാധാനം എന്ന് പറയുന്നത് കർത്താവിൽ ആനന്ദിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത്? ആ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നാം എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്? കാരണമുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ബൈബിളിലെ കീവേഡ് പറയുകയാണല്ലോ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദാം മുതലുള്ളതായ സർവ്വ മാനവജാതിയുടെയും പാപം പരിഹരിക്കുവാനായിട്ട്, ആരെയും നരകത്തിലേക്ക് വിടാതിരിക്കുവാനായിട്ടാണ് പിതാവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് ആ പിതാവാൻ ദൈവം മറ്റാരെയുമല്ല, സ്വന്തം ഏകജാതനായ പുത്രനെ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും 33 തിരുവയസ്സിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപം മാറ്റുവാൻ, ശാപം മാറ്റുവാനായിട്ട് കാൽവറി ക്രൂശിൽ 3 ആണുകളിൽ പിടഞ്ഞു മരിക്കുവാനായിട്ട് സ്വന്തം മകനെ അവൻ വിട്ടുകൊടുത്തത്. ഇത് നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പ്രിയപ്പെട്ടവരെ, യേശു തന്നതായ ആ സമാധാനം നമ്മുടെ ഉള്ളത്തിലുണ്ടാകണമെങ്കിൽ, നാം ക്രിസ്തുവിലായി മാറണമെങ്കിൽ, ആദ്യമായിട്ട് ആ ദൈവത്തിൻ്റെ തിരുവചനം കേട്ടുകൊണ്ട് വിശ്വസിക്കുവാൻ തയ്യാറാകണം. അവൻ കാൽവറി യാഗമായി തീർന്നത് എൻ്റെയും കൂടി പാപം പരിഹരിക്കുവാനായിട്ടാണ്, എനിക്കും സമാധാനം ലഭിക്കുവാനായിട്ടാണ് എന്നുള്ളതായ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ആ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പാട്ടുകാരൻ പാടിയല്ലോ, ഒരു ദേവദാസൻ പാടിയല്ലോ, മനോഹരമായ ആ പാട്ട്. പ്രിയപ്പെട്ടവരെ, ആ പാട്ട് പാടി മുന്നോട്ട് പോകുമ്പോൾ ആത്മനിറവോടെ ആ പാട്ടുകാരൻ അത് വീണ്ടും വീണ്ടും എടുത്തു പാടുന്നുണ്ട്.
മഹൽ സ്നേഹം പരലോകപിതാവൂതൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. സ്വന്തം മകനെ മരിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാട്ടുകാരൻ പാടിയതുപോലെ അതൊന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശു മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് എന്നുള്ളതായ വിശ്വാസത്തോടെ നാം ജീവിക്കുമ്പോഴാണ്, അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ ഭ്രമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിനെന്ന്. പ്രിയപ്പെട്ടവർ, അപ്രകാരമുള്ളതായ ഒരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ സമാധാനം നമുക്ക് അനുഭവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാം ക്രിസ്തുവിലാകുന്ന ഒരു അനുഭവത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നുവെന്ന്. യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നവൻ, ദൈവ പൈതൽ ആണ് എന്ന് പറയുന്നവൻ, സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി, സുവിശേഷം കേൾക്കുന്ന വ്യക്തി ആരുമായിരുന്നോട്ടെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശു നടന്നതുപോലെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ആ വലിയ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് സാധ്യമാണോ? ഒരിക്കലും സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ബ്രിട്ടീഷുകാരനായ പത്രപ്രവർത്തകൻ, ആ വ്യക്തി നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തെ അറിയുന്ന വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യ സന്ദർശിക്കുവാനിടയായി. നമ്മുടെ ഭാരത മണ്ണിൽ കടന്നു വന്നപ്പോൾ കൽക്കട്ടയിൽ ഈ നാളുകളിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടതായ വിശുദ്ധ മദർ തെരേസയുടെ ആശ്രമത്തിലേക്ക് ആ പത്രപ്രവർത്തകനായ വ്യക്തി കടന്നു ചെല്ലുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അവിടെ കടന്നു ചെന്നപ്പോഴുണ്ട് കുഷ്ഠരോഗികളെ മദർ തെരേസ ശുശ്രൂഷിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിന് അത്ഭുതമായി തോന്നി. അദ്ദേഹം അടുത്തേക്ക് ചെന്നപ്പോൾ ഇതാ കണ്ടാൽ അറയ്ക്കുന്നതായ, നാം കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതായ കുഷ്ഠരോഗികളെ മദർ തെരേസ ശുശ്രൂഷിക്കുന്ന കാഴ്ച കാണുകയാണ്. സഹോദരങ്ങളെ, കേൾക്കണമോ? അദ്ദേഹം നോക്കുമ്പോൾ മദർ തെരേസ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ വ്രണങ്ങളെല്ലാം വെച്ച് കെട്ടുകയാണ്. ആ വ്രണങ്ങളിൽ നിന്ന് പഴുപ്പൊഴുകുന്നുണ്ട്. അപ്പോൾ വലിയ ദുർഗന്ധമുണ്ടാകുന്നുണ്ട്. ഈ ദുർഗന്ധമെല്ലാം ആയപ്പോൾ ഈ മനുഷ്യൻ മൂക്കുപൊത്തി. അദ്ദേഹം നോക്കുമ്പോൾ വിശുദ്ധ മദർ തെരേസ മൂക്കുപൊത്താതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അതാ ശുശ്രൂഷ ചെയ്യുകയാണ്. മുറിവുകളെ വെച്ച് കെട്ടുകയാണ്. വീണ്ടും നോക്കുമ്പോഴുണ്ട് ആ മുറിവുകളിലൂടെ വ്രണങ്ങളിലൂടെ പുഴുക്കൾ ഞൊരയ്ക്കുന്ന കാഴ്ച കാണുകയാണ്. അദ്ദേഹത്തിന് വലിയ അറപ്പും വെറുപ്പും എല്ലാം തോന്നി. എന്നാൽ മദർ തെരേസ അറപ്പില്ലാതെ വെറുപ്പില്ലാതെ ഓരോ പുഴുക്കളെയും ഓരോന്നോരോന്ന് എടുത്തു കളഞ്ഞിട്ട് വീണ്ടും മുറിവുകൾ വെച്ച് കെട്ടുകയാണ്. മുറിവുകൾ ഡ്രസ്സ് ചെയ്യുകയാണ്. അവരോട് സംസാരിക്കുന്നുണ്ട്, സ്നേഹമായി പെരുമാറുകയാണ്, പുഞ്ചിരിക്കുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പത്രപ്രവർത്തകന് വലിയ അത്ഭുതമായി തോന്നി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ മദറിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ചോദിച്ചു, മദറെ, എങ്ങനെയാണ് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ മൂക്കുപൊത്താതെ ഇതെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ മദർ തെരേസ അദ്ദേഹത്തെ പറഞ്ഞു, സഹോദര, ഞാൻ യേശുവിനെ പ്രതിയാണ്, യേശുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ സ്നേഹമല്ല ഞാൻ കൊടുക്കുന്നത്, യേശുവിൻ്റെ സ്നേഹം കൊടുക്കുകയാണ്, യേശുക്രിസ്തുവിനെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി തോന്നി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മാനസാന്തരപ്പെടുകയായിരുന്നു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ആ നിമിഷം വരെ ഞാൻ നിരീശ്വരവാദിയായിരുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. എന്നാൽ ആ മദർ തെരേസയുടെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ, ശുശ്രൂഷ നേരിട്ട് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ മദർ തെരേസയ്ക്ക് വിശ്വസിക്കുന്നതായ യേശു വിശ്വസിക്കണമെന്ന്. അതുകൊണ്ട് ആ
നിമിഷം മുതൽ മദർ തെരേസയുടെ യേശുവിൽ ഞാൻ വിശ്വസിക്കുവാൻ ഇടയായി എന്ന് പറയുവാൻ ഇടയായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഒന്ന് ചിന്തിക്കാമോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ടുകൊണ്ട്, നമ്മുടെ നോട്ടം കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിത രീതി കണ്ടുകൊണ്ട് ആരെങ്കിലും ഇന്നേ വരെയും യേശുവിനെ അറിയുവാൻ ഇടയായിട്ടുണ്ടോ? അതാണ് വചനം പറയുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ യേശുവിനെ അറിയണമെങ്കിൽ ഇപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് നാം മാറണം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ ക്രിസ്തുവിൽ വസിക്കുന്നതായ, അവൻ നടന്നുപോലെ നടക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നാം വെളിച്ചത്തിൽ ഉള്ളവരായി നടന്ന് കൊള്ളുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, മരണശേഷം ഒരു ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകണം, ആ ബോധ്യം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നാം സുബോധമുള്ളവരായി നടന്നേ മതിയാകൂ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ നോട്ടം എൻ്റെ യേശുവിന് ഇഷ്ടമാണോ? എൻ്റെ പെരുമാറ്റം എൻ്റെ യേശുവിന് ഇഷ്ടമാണോ? എൻ്റെ ജീവിത മേഖല എവിടെയായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, ഹോസ്റ്റലിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, പാടത്തോ പറമ്പിലോ പണിസ്ഥലത്തോ എവിടെയായിരുന്നോട്ടെ, യാത്രാവേളയിലായിക്കോട്ടെ, എൻ്റെ ജീവിതം എൻ്റെ യേശുവിന് ഇഷ്ടമാണോ? എൻ്റെ പെരുമാറ്റം ഇഷ്ടമാണോ? നാം നിരന്തരമായി പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്രകാരം അവനിൽ വസിക്കുന്നതായ ഒരു അനുഭവം പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട്, കേൾക്കുന്ന വചനം പോലെ ജീവിക്കുവാനായിട്ട് നാം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ ക്രിസ്തു തന്നതായ സമാധാനം നമുക്ക് ഉണ്ടാകുന്നത്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ഭാഗ്യവാന്റെ അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കാതിരിക്കുന്നത്, സമാധാനം കിട്ടാതിരിക്കുന്നത്? പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? ഒരു കോടീശ്വരൻ ആയതുകൊണ്ടോ, ഒരു വലിയ ബംഗ്ലാവിൽ താമസിച്ചു എന്നതുകൊണ്ടോ സമാധാനം ഉണ്ടാകണമെന്നില്ലല്ലോ. ഈ നാളുകളിൽ പലരും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്, നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, ബിരിയാണി കഴിക്കണമെന്നോ ഫ്രൈഡ് റൈസ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ AC മുറിൽ കിടക്കണമെന്നോ ആഗ്രഹമില്ല. സമാധാനമുണ്ടായാൽ മതി. ചാണകം മെഴുകിയ തറയുള്ള ഒരു കുടിൽ കിടന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല. സമാധാനം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞതായ ഒത്തിരി ആളുകളെ ഈ നാളിൽ കാണുവാൻ സാധിച്ചു. സാമ്പത്തിക ഭദ്രത ഉള്ളവരാണ്, പക്ഷേ സമാധാനം ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗ്യവാനായി നമുക്ക് മാറണ്ടേ? എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു ചെറിയ ജീവിതം മാത്രം അവശേഷിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത് ഇനിയുള്ള നാളുകളെങ്കിലും ഭാഗ്യവാനായി ഭാഗ്യവതിയായി ഇവിടെ ജീവിക്കണം പോരാ, അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ഭാഗ്യവാനായി അല്ലെങ്കിൽ ഭാഗ്യവതിയായിട്ട് ജീവിക്കണം. അതിനെന്താണ് പരിഹാരം? 32-ാം സങ്കീർത്തനം 1-2 വാക്കുകൾ പറയുകയാണല്ലോ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. സഹോദരങ്ങളെ, ലംഘനം ക്ഷമിച്ചു കിട്ടുന്നതായ, പാപം ക്ഷമിച്ചു കിട്ടുന്നതായ ഒരവസ്ഥയിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കണം. ദൈവത്തിൻ്റെ തിരുവചനം കേട്ടുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതായ, വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് നാം മാറുമ്പോഴാണ്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരുന്നതായ അനുഭവം ഉണ്ടാകുന്നത്. പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതെല്ലാം ഹിമം പോലെ വെളുപ്പിക്കുവാൻ തയ്യാറായ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോന്നായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട്, ആ പാപ ഇമ്പങ്ങളോട് വിട പറഞ്ഞുകൊണ്ട്, ലോക ഇമ്പങ്ങളോട് വിട പറഞ്ഞുകൊണ്ട്, ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്, വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം കേട്ടുകൊണ്ട് പാപം കൂടാതെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് ആ വലിയ ദൈവ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനോടൊപ്പം ജീവിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് നാം കടന്ന് വരേണ്ടിയിരിക്കുന്നു. നാം ആദ്യം വായിച്ചു കേട്ടല്ലോ, പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇതാ ആ പിതാവാൻ ദൈവം നമ്മെ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് ആ സ്വന്തം മകനെ ലോകത്തിലേക്ക് അയച്ചു തന്നത്. ഇനി ആ പുത്രൻ തമ്പുരാൻ യേശു തമ്പുരാൻ്റെ സ്നേഹം എന്തായിരുന്നു? 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, 1 യോഹന്നാൻ 3:16, അവൻ
നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശു തമ്പുരാൻ പിതാവാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇതാ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന് 33 തിരുവയസ്സിൽ അവൻ ഇതാ നമുക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുകയായിരുന്നു. സ്വന്തം പ്രാണനെ വിട്ടുകൊടുക്കുകയായിരുന്നു. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുരിശ് സ്വയം ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അതാണ് യേശുവിൻ്റെ സ്നേഹം. ഈ ലോകത്തിന് വേണ്ടി തൻ്റെ പ്രാണനെ വിട്ടുകൊടുക്കുവാനും ഏറ്റവും വലുതായ സഹനം ഏറ്റെടുക്കുവാനും കർത്താവ് തമ്പുരാൻ തയ്യാറായപ്പോൾ ഇന്ന് നമുക്ക് ആ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ശാപത്തിന് പാപത്തിന് പരിഹാരമായിട്ട് എൻ്റെ യേശു മരിച്ചുവെങ്കിൽ, ക്രൂശിൽ മരിച്ചുവെങ്കിൽ ഞാൻ അവൻ്റെ കരം പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കരത്തുനിന്ന് പിടിച്ചാലാണ് അത് അനുഗ്രഹകരമായി മാറുന്നത്. യേശുവിൻ്റെ കരം തൊട്ടാൽ അത് അനുഗ്രഹമായി മാറുകയാണ്. അവൻ്റെ കരം തൊട്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകുവാൻ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു വലിയ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഈ ലോക ജീവിതം നമുക്ക് സമാധാനം സന്തോഷം കിട്ടുമെന്ന് മാത്രമല്ല, മരിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാലും ആ മരണം മൂലം മറഞ്ഞു പോകാത്തതായ ആ വലിയ സമാധാനത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിന് കരം പിടിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് യാത്രയാകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ പാട്ടുകാരൻ തുടർന്ന് പാടുന്നുണ്ടല്ലോ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു, പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, വിശുദ്ധിയോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മരണത്തിന് ശേഷവും മരണത്തിനപ്പുറത്തും ആ ബന്ധം തുടർന്നു പോകും. ഈ ലോകത്ത് സമാധാനം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല, അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ ഈ നിമിഷം മരിച്ചു മാറ്റപ്പെട്ടാലും സാരമില്ല, എന്തെല്ലാം പ്രതികൂലം വന്നാലും സാരമില്ല, എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്, എനിക്ക് മരണത്തിനപ്പുറത്ത് നിത്യതയുണ്ട്, സ്വർഗരാജ്യമുണ്ട് എന്നുള്ളതായ ആ ഒരു വലിയ പ്രത്യാശ, വലിയ വിശ്വാസം, വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവ് തന്നതായ ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു തീരുമാനമെടുക്കാമോ? പഴയ ജീവിതം പോലെയല്ല, ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ്. നാം ആദ്യം പറഞ്ഞതുപോലെ, ആ ഹൈന്ദവ സഹോദരൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ യേശുവിനൊരു വാക്ക് പറഞ്ഞു പോയി, ഞാനിനി മദ്യപിക്കുകയില്ല, ഒരു തീരുമാനമെടുത്തതുപോലെ ഇന്നൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ഇനിയുള്ള നാളുകൾ യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ, വചനം വായിച്ചതുപോലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നപോലെ നടക്കേണ്ടതാകുന്നു. എൻ്റെ യേശു നടന്നപോലെ എനിക്ക് നടക്കൊരു കൊതിയുണ്ട് കർത്താവേ. യേശു നോക്കിയതുപോലെ നോക്കുവാൻ കൊതിയുണ്ട്. യേശു ജീവിച്ചതുപോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാമോ? ഐ വിൽ വാക്ക് വിത്ത് യു. നമുക്ക് കർത്താവിന്റെ വാക്ക് പറയാം. ഓ ജീസസ്, ഐ വിൽ വാക്ക് വിത്ത് യു. യേശുവേ, ഞാൻ നിന്നോടൊപ്പം നടന്നുകൊള്ളാം. ഓ ജീസസ്, ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു. യേശുവേ, നിന്നോടൊപ്പം നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കാത്തു പരിപാലിക്കണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനം കൂടി പറയണം. ഓ ജീസസ്, ഐ വിൽ നെവർ ബി ദ സെയിം. ഞാനൊരു പഴയ മനുഷ്യനായി ജീവിക്കുകയില്ല, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, തീരുമാനമെടുക്കാമോ? തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ വലിയ സമാധാനം അനുഭവിക്കുവാനായിട്ട്, സന്തോഷം അനുഭവിക്കുവാനായിട്ട്, ഈ ലോകം തരുന്നതായ മറ്റെന്ത് സമാധാനത്തെക്കായും ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ എല്ലാം
ഉപരിയായി ക്രിസ്തു തരുന്നതായ ആ സമാധാനം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് സമാധാനമില്ലാതെ അലയുന്നവരായിരുന്നു. എന്നാൽ ഞങ്ങൾ കിട്ടുന്നതായ വചനം, നീ തന്നതായ സമാധാനം അനുഭവിച്ച് മുന്നോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, ലോകം തരുന്ന സമാധാനത്തെ അധികമായി ഉപരിയായിട്ട് നീ തന്നതായ ആ സമാധാനം അനുഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് ഇന്ന് കേട്ട വചനം പോലെ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. ഇനിയുള്ള നാളുകൾ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട്, വചനം കേട്ട് പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട്, നീ നടന്നുപോലെ നടക്കുവാനായിട്ട്, വിശുദ്ധിയോടെ ജീവിക്കുവാൻ എല്ലാവരും തീരുമാനമെടുക്കുമ്പോൾ, കർത്താവേ, എല്ലാവരും നീ അനുഗ്രഹിക്കുമാറാകണമേ. യേശുവേ, നിന്റെ കരം സ്പർശിക്കണമേ. എല്ലാവരുടെയും കർത്താവ് ജീവിതത്തിൽ പുതിയ ശിക്ഷയായി മാറുവാൻ എല്ലാവരും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സകല ബുദ്ധിയും കവിയുന്നതായ ഒരു വലിയ ദൈവ സമാധാനം അനുഭവിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കുവാൻ തക്കവണ്ണം, പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരുടെയും ആകുലങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുമ്പോൾ, പിതാവാം ദൈവമേ, പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.